എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൻപൻ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നലെ ആയിരുന്നല്ലോ കേരള നിർമ്മാതാക്കളുടെ അതായത് പ്രൊഡ്യൂസർമാരുടെ അസോസിയേഷൻ 2025 ജനുവരി മാസത്തിൽ റിലീസ് ചെയ്ത സിനിമകളുടെ ബഡ്ജറ്റ് വിവരങ്ങൾ പുറത്തുവിട്ട പട്ടികയിൽ ഏറ്റവും ശ്രദ്ധ ആകർഷിച്ചത് മമ്മൂക്ക ഗൗതം മേനോൻ കൂട്ടുകെട്ടിലെത്തിയ 2025 മമ്മൂക്കയുടെ ആദ്യ തിയേറ്റർ റിലീസ് ചിത്രമായ ഡൊമിനിക് എന്ന സിനിമയുടെ ബഡ്ജറ്റ് കേട്ടപ്പോഴാണ്. കേരള ഫിലിം പ്രൊഡ്യൂസ് അസോസിയേഷന്റെ ബഡ്ജറ്റ് കണക്കുകൾ പ്രകാരം ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ ഡൊമിനിക്കിന്റെ ബഡ്ജറ്റ് 19 കോടിയാണ്. ഇന്നലെ വരെ നമ്മളും നമ്മുടെ കൂട്ടത്തിലുള്ള ഗ്രേറ്റ് മീഡിയാസ് അങ്ങനെ പല യൂട്യൂബ് ചാനലും അതായത് സിനിമ സംബന്ധമായ അപ്ഡേറ്റുകൾ ചെയ്യുന്ന പല ചാനലുകളും ഡൊമിനിക് എന്ന സിനിമയുടെ ബഡ്ജറ്റായി നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് 12 കോടിക്ക് താഴെ, നമ്മൾ 10 കോടിക്ക് താഴെ എന്നാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇന്നലെ ഈ ഒരു വാർത്ത അതായത് നിർമ്മാതാക്കൾ ഈ ഒരു സിനിമയുടെ അല്ലെങ്കിൽ 2025 ജനുവരി മാസത്തിൽ ഇറങ്ങിയ സിനിമകളുടെ ബഡ്ജറ്റ് വിവരങ്ങൾ പുറത്തുവിട്ടപ്പോൾ പ്രേക്ഷകരെന്ന നിലയിൽ ആദ്യം ഒരു ഞെട്ടലും പിന്നീട് അക്സെപ്റ്റ് ചെയ്യുകയുമാണ് നമ്മൾ ചെയ്തത്. ഇന്നലെ പുറത്തു വന്ന ഈ ഒരു ബഡ്ജറ്റ് വിവരങ്ങൾ നമ്മുടെ പ്രേക്ഷകർ അംഗീകരിക്കുകയാണെങ്കിൽ ഈ ഒരു വാർത്തയും പ്രേക്ഷകർ അംഗീകരിക്കണം. 2022 കോവിഡിന്റെ കാലഘട്ടത്തിൽ പല തിയേറ്റർ നിയന്ത്രണങ്ങളിലൂടെ പോയ സമയത്തായിരുന്നല്ലോ മമ്മൂക്ക അമൽ നിരത് കോംബോയിലെത്തിയ ഭീഷ്മപർവം എന്ന സിനിമ റിലീസായത്. അന്ന് ഈ പറഞ്ഞ കേരള ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ തന്നെയാണ് ഈ ഒരു ഡാറ്റയും പുറത്തുവിട്ടിരിക്കുന്നത്. ഭീഷ്മപർവം എന്ന സിനിമയുടെ കളക്ഷൻ കേരള കളക്ഷൻ മാത്രം 65 കോടി ക്ലബിൽ ഇടം നേടിയിട്ടുണ്ടെന്നാണ് അന്നത്തെ കേരള ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷന്റെ പ്രസിഡന്റായ വിജയകുമാർ അന്ന് വ്യക്തമാക്കിയത്. അതിന്റെ പ്രൂഫ് നമ്മുടെ പ്രേക്ഷകർക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. ഏറ്റവും പ്രയാസകരമായ ഒരു നിമിഷമെന്ന് പറയുന്നത് ഈ ഒരു കളക്ഷൻ നമ്മുടെ മമ്മൂട്ടി ആരാധകർ പോലും വിശ്വസിച്ചിട്ടില്ല. അവരിന്നും ചില പ്രമുഖ ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ പടച്ചുവിടുന്ന കളക്ഷൻ മാത്രമാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും അവർ ഭീഷ്മപർവം കേരള കളക്ഷൻ മാത്രമായിട്ട് 45 കോടി മാത്രം നേടിയിട്ടുണ്ടെന്നാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. കേരള ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇന്നലെ ബഡ്ജറ്റ് കണക്കുകൾ പുറത്തുവിട്ടപ്പോൾ ഡൊമിനിക് എന്ന സിനിമയുടെ ബഡ്ജറ്റ് 19 കോടി എന്നാണെന്ന് നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഭീഷ്മപർവം എന്ന സിനിമയുടെ കേരള കളക്ഷനും നിങ്ങൾക്ക് വിശ്വസിക്കാം. എന്നാൽ 2024 ഡിസംബർ മാസത്തിൽ റിലീസ് ചെയ്ത സിനിമകളിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രമായിരുന്നല്ലോ ബറോസ്. നമ്മുടെ പ്രമുഖ ട്രാക്കിംഗ് വെബ്സൈറ്റുകളെല്ലാം പുറത്തുവിട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിത്രത്തിന്റെ ബഡ്ജറ്റ് 150 കോടി രൂപയായിരുന്നു. എന്നാൽ ഇന്നലെ നമ്മൾക്ക് ആ ഡാറ്റ തപ്പിപ്പോയപ്പോൾ ബറോസ് എന്ന സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 112 കോടി രൂപയാണ്. ആ ചിത്രത്തിന്റെ കേരള ഗ്രോസ് എത്രയാണ്, വേൾഡ് വൈഡ് ഗ്രോസ് എത്രയാണ്? ഓരോ സിനിമ ചെയ്യുന്ന സംവിധായകരാകട്ടെ അല്ലെങ്കിൽ അതിന്റെ നിർമ്മാതാക്കളാകട്ടെ അല്ലെങ്കിൽ അതിൽ അണിയറ പ്രവർത്തകരാകട്ടെ അവർ ഓരോ സിനിമയും ചെയ്യുന്നത് അവരുടെ സിനിമ വിജയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അല്ലെങ്കിൽ നല്ലതായി തന്നെ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടി തന്നെയാണ്. എന്നാൽ ചില സമയങ്ങളിൽ എവിടെയോ എന്തൊക്കെയോ തകരാറ് പോലെ ചില ഭാഗങ്ങൾ നമ്മൾക്ക് ഇഷ്ടപ്പെടില്ല. അത് ചെയ്തു വരുമ്പോൾ വേറെ എന്തെങ്കിലും ആയി പോകും. കാരണം ഇത് സിനിമയാണ്, ചിലപ്പോൾ ഹിറ്റാകും, ചിലപ്പോൾ ഫ്ലോപ്പ് ആകും. ഇവിടെ ഈ കാര്യം ഇപ്പോൾ വ്യക്തമാക്കുന്നതിനുള്ള പ്രധാന കാരണം ഇന്നലെ ഈ ഒരു ബഡ്ജറ്റ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സിനിമാ വിരോധികൾ എന്ന് തന്നെ പറയേണ്ടി വരും ഡൊമിനിക് എന്ന സിനിമയെ വളരെയധികം തരം താഴ്ത്തിക്കൊണ്ടും മമ്മൂക്ക എന്ന വ്യക്തിയെ അല്ലെങ്കിൽ നടനെ വളരെയധികം തരം താഴ്ത്തിക്കൊണ്ടുമാണ് ചില പ്രത്യേകതരം ഫാൻസ്, അതിലുപരി ഒരു പ്രത്യേകതരം പ്രമുഖ യൂട്യൂബ് ചാനലും ഇന്നുവരെ നമ്മൾ അവരുടെ പേര് ആ ചാനലിന്റെ പേര് നമ്മുടെ പേജിലൂടെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് നമ്മുടെ പ്രേക്ഷകർ താഴെ കമന്റ് ചെയ്യുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന യൂട്യൂബ് ചാനലിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഒരു നടനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ കുത്തി പറഞ്ഞ് വളരെ മോശമായ രീതിയിലാണ് അദ്ദേഹം ഓരോ വീഡിയോയും ചെയ്യുന്നത്. ഇത് പറയാൻ വേറെ കാര്യമുണ്ട്. നമ്മളും ഇതേ ചാനൽ അല്ലെങ്കിൽ സിനിമാ സംബന്ധമായ അപ്ഡേറ്റുകൾ തന്നെയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ഒരു നടനെ എപ്പോഴും ഇഷ്ടം തന്നെയാണ് എന്ന് വെച്ച് മറ്റു നടന്മാരെ മോശമായി കാണിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യാറില്ല. അത് നമ്മുടെ മാന്യതയാണ്. കാരണം ഇവിടെ ഏത് സിനിമ വിജയിച്ചാലും അതിൻ്റെ ഒരു പങ്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓരോ സിനിമകളും നല്ലതാകുമ്പോൾ നമുക്ക് കൂടുതൽ എന്നെ പോലെയുള്ള ചാനലുകാർക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പറ്റും. അതിലൂടെ കുറെ വ്യൂവേഴ്സ് ലഭിക്കും, കൂടുതൽ ഏണിങ്സും ലഭിക്കും. ഇതൊക്കെ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. ചാനലിലൂടെ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. മമ്മൂട്ടി ഫാൻസ് ഇവിടെ വാ എന്നൊക്കെ തംബ്ലൈൻ കൊടുത്തുകൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. എന്തിനാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്ത് പ്രേക്ഷകരെ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് ഫാൻസുകാരെ തമ്മിൽ അടുപ്പിക്കുന്നത്? ഈ ഫാൻ ഫൈറ്റുകൾ തന്നെയല്ലേ മലയാള സിനിമയെ നശിപ്പിക്കുന്നത്? ഏത് തരം സിനിമ ഇറങ്ങിയാൽ പോലും അമിത പ്രതീക്ഷകൾ നൽകി അല്ലെങ്കിൽ ബഡ്ജറ്റ് കൂട്ടി പറഞ്ഞ് സിനിമയെ തകർക്കാൻ നോക്കുന്നത് ഈ ഫാൻസുകാർ തന്നെയല്ലേ? ഇതിനെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 35,000 സബ്സ്ക്രൈബേഴ്സ് തികയുന്നതായിരിക്കും. ഇതൊരു ഫാൻ ഫൈറ്റിന് വേണ്ടി ചെയ്ത വീഡിയോ അല്ല. ചില കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരോട് പറയണമെന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.